എങ്ങനെ ഉണ്ടായിരുന്നു മാഷ? അടിച്ചു പൊളിച്ചില്ലേ? ഒരു കൊല്ലത്തിന് വരെയുള്ള ഓർമ്മകൾ എന്നിട്ടാണ് വക്കാനെ വയസ്സ് പടിയിറങ്ങിയത് അല്ലേ? സത്യമായിട്ടും സത്യമായിട്ടും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാൽ നല്ലൊരു കൈയടി കൊടുക്കാം എല്ലാവർക്കും വേണ്ടി. നമ്മളോട് പറയുമ്പോൾ എപ്പോഴും കൈയടിച്ചുകൊണ്ടിരുന്ന നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബാക്കിയുള്ള നന്ദിയൊക്കെ പറയാൻ വേറെ ആൾ വരുന്നുണ്ട് കേട്ടോ. നന്ദി പറയാൻ വേണ്ടി ശ്രീ ടി ബി കുരുവിളയെ ഞാൻ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിനയം കുറവാണോ? നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നിഹോൺ കൈരളിയുടെ 2014 ഓണാഘോഷത്തിന് ഇവിടെ സമാപനമാവുകയാണ്. അതിമനോഹരമായിട്ടും അതിലേറെ പ്രൊഫഷണലായിട്ടും ഓർഗനൈസ് ചെയ്ത ഒരുപടി നല്ല പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉച്ചയ്ക്ക് നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു സദ്യ പാരമ്പര്യത്തിൽ അതിനനിഷ്ടമായി ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സദ്യ നമ്മൾ കഴിച്ചു. അതിനുശേഷം മനസ്സിനും കാതിനും കുളിർമയേകുന്ന ഒരു പറ്റം നല്ല പ്രോഗ്രാമായിട്ട് നിഹോൺ കൈരളിയുടെ കലാകാരന്മാർ നമ്മളുടെ മനസ്സ് നിറച്ചു കഴിഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പറ്റം ആളുകൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ആദ്യമായിട്ട് തൻ്റെ ഔദ്യോഗിക തിരക്കിനിടയിലും കേരളത്തിലെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമ്മുടെ ഓണം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അംബാസിഡർ ഹെർ എക്സലൻസി ദീപ ഗോപാലൻ വാദ്വയ്ക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കലാവാസന പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് സാഹിത്യവാസനയും. അതിനുവേണ്ടി നിഹോൺ കൈരളി എല്ലാ വർഷവും അണിയിച്ചൊരുക്കുന്ന നമ്മുടെ താളിയോല പ്രകാശനം ചെയ്ത ശ്രീ ബാലഗോപാൽ IAS നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇതുപോലെയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഇതുപോലെയൊരു ആഘോഷം നമ്മൾ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലവുകളുണ്ട്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പോൺസേഴ്സാണ്. നിർമ്മാണം, കേരള ഭവൻ, സ്മാർട്ട് ഡോഗ്സ്, ടോപ് ടെക് ഇൻഫോർമാറ്റിക്സ്, ജെ എൻ്റർപ്രൈസ് ആൻഡ് സ്വാഗത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ന്യൂ ഇന്ത്യ അഷുറൻസ് എന്നിവരോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാം ഇവിടെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി നിഹോൺ കൗൺസിലിൻ്റെ ഭാരവാഹികളായ ജയരാജ്, ഉദയരാജ്, സോബിസാൻ, ശക്തിസാൻ ആൻഡ് ശ്രീകുമാർ ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കമ്മിറ്റിയുണ്ട്, പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്, പിന്നെ താളിയോല കമ്മിറ്റിയുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയും പ്രൊഫഷണലായിട്ട് ഈ പ്രോഗ്രാം ഇവിടെ ഒരുക്കുവാൻ സാധിക്കുന്നത്. അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാം, ഓരോ പ്രോഗ്രാമിനെക്കുറിച്ച് അല്പം സംഗീതത്തോടെ കുറച്ച് തമാശയോടെ നമ്മളോട് ഓരോ പ്രോഗ്രാമിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ MC-മാർ പീറ്ററും ഉണ്ണിയും നീരജയും വളരെ മനോഹരമായിട്ട് അവർ സദസ്സിനോട് സംസാരിച്ചു. അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കഴിവുകൾ പ്രകടിപ്പിച്ച കലാകാരന്മാരാണ്. ആ കലാകാരന്മാരെ അണിയിച്ചൊരുക്കിയ മാതാപിതാക്കൾ. ചിലതൊക്കെ കമ്പൈൻ ട്രെയിനിങ് ആയിരുന്നു, അതല്ലാതെ ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ അണിയിച്ചൊരുക്കിയ മാതാപിതാക്കന്മാർ. ഇവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മെയ് മാസം മുതൽ പ്രത്യേകിച്ചും ജപ്പാനിൽ ആകപ്പെടെ 4 മാസമേ സമ്മറുള്ളൂ. ഓരോ ശനിയാഴ്ചയും അല്ലെങ്കിൽ ഓരോ ഞായറാഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇതിനോടുള്ള പാഷൻ കൊണ്ട് ഓരോരുത്തരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പണിംഗ് ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ ലോകത്തിലെ ഏതൊരു സംഘടന നടത്തുന്നതിനേക്കാൾ അതിമനോഹരമായിട്ടാണ് ഓപ്പണിംഗ് ഡാൻസൊക്കെ നമ്മൾ അണിയിച്ചൊരുക്കിയത്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കറിയാം, എനിക്ക് തന്നെ രോമാഞ്ചം വന്നു. അപ്പോൾ എല്ലാവർക്കും തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അത്ര മനോഹരമായിട്ട് ഈ പ്രോഗ്രാംസൊക്കെ ഇവിടെ അണിയിച്ചൊരുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച കുറേ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. ദീപ ശ്രീകുമാർ, രശ്മി ജോബി, മഹാലക്ഷ്മി, മെർലിൻ സന്തോഷ്, നിച്ചി TB, ശ്രീലക്ഷ്മി. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ശിവാലികയും മാളവികയും. ഒരാളെ വിട്ടുപോയായിരുന്നു, സന്ധ്യ ജാൻ. ഇവരിങ്ങനെ എന്താ പറയുക, നമ്മുടെ ട്രെയിനിങ് സെഷനിൽ, നമ്മുടെ പ്രാക്ടീസ് സെഷനുകളിൽ ഇവർക്കൊക്കെ സഹായമായിട്ട് നിന്ന കുറേ പേരുണ്ട്. രശ്മി പിള്ളസൻ പ്രത്യേകിച്ച് എല്ലാ പ്രാക്ടീസ് സെഷനിലും ചായയും വടയുമായിട്ട് എത്തുന്നത് രശ്മിയായിരുന്നു. രശ്മി, അജിത്ത്, ജയപ്രകാശ്, ഖനിയ, ദെൻ സുരേഷ് സാൻ, ശാലിനി സാൻ ഇവരൊക്കെയുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കലാവാസനയ്ക്കൊപ്പം തന്നെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹിത്യവാസന, അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു താളിയോലയുണ്ട്. ഒരു താളിയോല പോലത്തെ ഒരു പ്രസിദ്ധീകരണം പ്രത്യേകിച്ചും നമുക്ക് ഇറക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാ തവണയും ഒത്തിരി റിവ്യൂ ചെയ്യണം. പിന്നെ എനിക്കറിയാം, ഈ തവണ അതിനുവേണ്ടി കഷ്ടപ്പെട്ട രാമോഹൻ സാറാണ്. എല്ലാവരോടും അങ്ങോട്ട് വിളിച്ച് എന്തായി ആർട്ടിക്കിൾ, എവിടം വരെ എത്തിയ ആർട്ടിക്കിൾ, ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഒരുപാട് 5 or 6 റിവ്യൂ ഒക്കെ ശേഷമാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിരിക്കുന്ന താളിയോല എന്നുള്ള ആ ഒരു
താളിയോല നിങ്ങളിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന താളിയോല കമ്മിറ്റിക്കും പ്രത്യേകിച്ചും രാമോഹൻ സാറിനും ശക്തി സാറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മളുടെ ഫുഡ് കമ്മിറ്റിക്കാണ്. നമുക്കറിയാം എന്നും നമ്മൾ കഴിച്ച സദ്യ ശരിക്കും നാട്ടിലൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കഴിച്ചിരുന്ന സദ്യ പോലെ തറവാടുകളിലൊക്കെ മുത്തശ്ശിമാരുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്ന സദ്യ പോലെ തന്നെ നമ്മളിന്ന് കഴിച്ചു. അതിന് വേണ്ടി ഒരുപാട് എഫേർട്ടുണ്ട്. ഇല തുടയ്ക്കുന്ന എഫേർട്ട് മുതൽ ഈ ഇലകളൊക്കെ ഇനി എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇത് ഗോമിയാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എഫേർട്ട് വരെ ഇല തുടയ്ക്കുന്നത് ഹാൾ സെറ്റപ്പ് ചെയ്യുന്നത് ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിന് പിന്നിലായിട്ട് പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികൾ ഇവിടെയുണ്ട്. അതിനകത്ത് ശരിക്കും എന്താണ് ഉദയരാജും ജയരാജും ശക്തിസാനും അവരോടൊപ്പം കയ്യും മെയ്യും മറന്ന് ഒരുമിച്ച് നിന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുന്നു. പിന്നെ ഇന്ന് നമ്മൾ കഴിച്ച ചോറെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുത്തരി ചോറാണ്. അതിവിടെ എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് രാകേഷിൻ്റെ ഒരു പറ്റം സുഹൃത്തുക്കളുമാണ്. അവരാണ് നാട്ടിൽ നിന്ന് അയച്ചു തന്നെ. അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ സദ്യ ഒരുക്കുന്നതിന് ആവശ്യമുള്ള ചില വസ്തുക്കളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ശക്തിസാനും കുടുംബമാണ്. ശക്തിസാനും കുടുംബത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുന്നു. പിന്നെ നമുക്ക് എന്താ പറയുക, എല്ലാ വർഷവും എൻ്റെ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഓണത്തിന് മാത്രം കാണുന്ന നിലയിൽ സുരേഷ് സാൻ എനിക്കിപ്പോൾ ഇവിടുന്ന് കാണാം. സുരേഷ് സാനും ദേവദാസ് സാനുമാണ് കുറേ സാധനങ്ങളൊക്കെ ഇന്നലെ ചേനയും കുമ്പളങ്ങി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഹോങ്കോങ്ങിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ വസ്തുക്കളും ഇവിടെ കുക്ക് ചെയ്യുകയല്ല ചെയ്ത് നമുക്ക് ഈ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കേരള ഭവനും നിർവ്വാണവും. അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ കയറി വന്നപ്പോൾ ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. നമ്മുടെ ലോബി ഇത്ര മനോഹരമായിട്ട് ഇവിടെ അലങ്കരിച്ചത് ലക്ഷ്മി ശൈലേഷാണ്. ലക്ഷ്മിക്കുള്ള നന്ദി രേഖപ്പെടുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു കൂപ്പൺ കിട്ടിക്കാണുമല്ലോ. ആ കൂപ്പൺ ഡിസൈൻ ചെയ്തതും പ്രിൻ്റ് ചെയ്തതും ശൈലേഷനാണ്. ശൈലേഷിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നന്ദി പറയേണ്ടത് ഇവിടെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഈ സ്റ്റേജ്, ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊരിക്കലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് കാണാതെ മോളിൽ തന്നെ പോയിരുന്ന് കാണുന്ന വിജുവും ജിഷാദുമാണ് ഇന്ന് അതൊക്കെ ചെയ്ത്. അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ഇന്നലെയും ഇന്നും നമ്മൾക്ക് വേണ്ടി ഈ സ്റ്റേജിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു തന്ന ഒസദാസാൻ ആൻഡ് ഹിറായ്സാൻ ദോമോ അരികാത്ത ഗോസൈമാസ്ത. ഒരാൾക്ക് വേണ്ട നന്ദി ഞാൻ ആദ്യം വിട്ടുപോയായിരുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുമ്പോൾ സഹായിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. ബേബി സിറ്റിംഗ് നടത്തിയ കുറേ ഭർത്താക്കന്മാർ ഇവിടെയുണ്ട്. അവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഒരാളെ ഇപ്പോഴും ഞാൻ കണ്ട് ഇന്ന് മാവേലിയായിട്ട് നമ്മളെ സഹായിച്ച അജയനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നിവിടെ കണ്ട കാര്യങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രമല്ലാതെ നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓണമായിട്ട് മാറ്റാൻ വേണ്ടി ഇതൊക്കെ വീഡിയോയിൽ പിടിച്ച് അല്ലെങ്കിൽ ക്യാമറയിൽ പിടിച്ച് 1-2 ആഴ്ചക്കുള്ളിൽ മനോഹരമായ ആൽബമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. ചിലർ ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് അതിന് പിന്നെ പ്രവർത്തിച്ചത് ഒരു വലിയ പാനൽ തന്നെയാണ് ഇത്തവണ അതിന് പ്രവർത്തിച്ചിരിക്കുന്നത്. എൽദോസാൻ, അനൂപ് സാൻ, സനീഷ്, വിപിൻ, സുരേഷ് എന്നിവരായിരുന്നു വീഡിയോഗ്രാഫേഴ്സ്. നിങ്ങൾക്കിനി 1-2 ദിവസത്തിൽ അതിമനോഹരമായ ഫോട്ടോസ് എത്തും. അതിന് പിന്നെ പ്രവർത്തിച്ചത് അബ്രഹാമും വേണുവും മാത്യുവുമാണ്. അവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ഏത് കലാപ്രകടനമാണെങ്കിലും അത് ആസ്വദിക്കുന്ന ഒരു സദസ്സ് വേണം. നിഹോൺ ഗൈറിലേക്ക് ഇട്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു സദസ്സാണിത്. ഈ സദസ്സിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും എൻ്റെ മറവി കൊണ്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വൺസ് അഗൈൻ ഹാപ്പി ഓണം.